നമസ്കാരം കൂട്ടുകാരെ, PSC അപ്ഡേറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള PSC പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ 2026 ലോകകപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന പോയിന്റുകളും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം ഒരു ക്വിക്ക് റിവിഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദ്യം തന്നെ ഒരു പ്രധാന ചോദ്യം, 2026 ഫിഫ വേൾഡ് കപ്പ് ഇത്ര പ്രത്യേകമാകാൻ കാരണം എന്താണ്? ഇതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് 3 രാജ്യങ്ങൾ ചേർന്ന് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആ 3 രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. PSC പരീക്ഷയിൽ ചോദ്യം ഇങ്ങനെ വരാം: 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ആതിഥേയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം USA, കാനഡ, മെക്സിക്കോ. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതുവരെ നടന്ന ലോകകപ്പുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ടീമുകൾ ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്നു. ആദ്യമായി 48 ടീമുകൾ ലോകകപ്പിൽ മത്സരിക്കും. ടീമുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ മത്സരക്രമത്തിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് PSC പരീക്ഷയിൽ ഈ ചോദ്യം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. 2026 ഫിഫ വേൾഡ് കപ്പിൽ എത്ര ടീമുകൾ പങ്കെടുക്കുന്നു? ഉത്തരം 48. ഔദ്യോഗിക പന്ത്. ഓരോ ഫിഫ വേൾഡ് കപ്പിനും ഓരോ പ്രത്യേക ഔദ്യോഗിക പന്ത് പുറത്തിറക്കാറുണ്ട്. 2026 ലോകകപ്പിനും ഒരു ഔദ്യോഗിക പന്ത് പുറത്തിറക്കിയിട്ടുണ്ട്. PSC പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ചെറിയ വിവരങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ പോയിന്റും ശ്രദ്ധിച്ച് പഠിക്കുക. ഓപ്പണിംഗ് മാച്ച്. ഇനി ഓപ്പണിംഗ് മാച്ചിലേക്ക് വരാം. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മത്സരം മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഒട്ടേറെ പ്രധാന മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള ഒരു സ്റ്റേഡിയമാണിത്. PSC പരീക്ഷയിൽ ചോദ്യം ഇങ്ങനെ വരാം: 2026 ഫിഫ വേൾഡ് കപ്പ് ഉദ്ഘാടന വേദി ഏതാണ്? ഉത്തരം എസ്റ്റാഡിയോ ആസ്റ്റെക്ക, മെക്സിക്കോ. ഇനി കുറച്ച് പ്രധാന ചരിത്ര വിശേഷങ്ങൾ നോക്കാം. ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട ചില രാജ്യങ്ങൾ ആദ്യമായി യോഗ്യത നേടിയതായി ഈ പഠന മെറ്റീരിയൽ പരാമർശിക്കുന്നുണ്ട്. കൂടാതെ മലയാളി സാന്നിധ്യത്തെക്കുറിച്ചും കളിക്കാരുടെ പ്രായവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നൽകിയിട്ടുണ്ട്. PSC പരീക്ഷയിൽ ഇത്തരം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലോകകപ്പുമായി ബന്ധപ്പെട്ട പ്രധാന താരങ്ങളെയും റെക്കോർഡുകളെയും പരിചയപ്പെടാം. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 താരങ്ങളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. ഇവരുടെ നേട്ടങ്ങളും റെക്കോർഡുകളും ലോക ഫുട്ബോളിൽ വലിയ സ്വാധീനം ചെലുത്തിയവയാണ്. അതുപോലെ ഇന്നത്തെ തലമുറയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ കിലിയൻ എംബാപ്പയും ഈ പഠന വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചരിത്രത്തിലെ മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളായ ജസ്റ്റ് ഹോണ്ടെയ്ൻ എന്ന പേരും ശ്രദ്ധിക്കേണ്ടതാണ്. PSC പരീക്ഷയിൽ ഇവരുടെ പേരുകൾ ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. ഇനി ലോകകപ്പ് ചരിത്രത്തിലേക്ക് വരാം. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം ബ്രസീലാണ്. ബ്രസീൽ 5 തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്. കൂടാതെ ലോകകപ്പ് ചരിത്രത്തിൽ ശക്തരായ രാജ്യങ്ങളെ ജർമ്മനിയും അർജന്റീനയും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ലോകകപ്പിന്റെ ആദ്യകാല ട്രോഫിയായ ജൂൾസ് റിമേ ട്രോഫിയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. PSC പരീക്ഷയിൽ ഇത്തരം അടിസ്ഥാന ചോദ്യങ്ങൾ പതിവായി ചോദിക്കാറുണ്ട്. ഈ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലും പ്രധാന അവാർഡുകളും നോക്കാം. ഈ പഠന മെറ്റീരിയൽ പ്രകാരം ലോകകപ്പിന്റെ ഫൈനൽ മത്സരം അമേരിക്കയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഫൈനൽ. ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് ഗോൾഡൻ ബാൾ പോലുള്ള പ്രധാന ഫിഫ അവാർഡുകൾ നൽകുന്നു. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലോകകപ്പിലെ പ്രധാന അംഗീകാരങ്ങളിൽ ഒന്നാണ്. ഇനി PSC പരീക്ഷയ്ക്ക് ഓർത്തുവയ്ക്കേണ്ട ചില പ്രധാന പോയിന്റുകൾ നോക്കാം. വനിതാ റെഫറിമാരുടെ സാന്നിധ്യം, ഫിഫയുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടാതെ വരാനിരിക്കുന്ന ലോകകപ്പ് ടൂർണമെന്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയ്ക്കും പഠന വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ തയ്യാറെടുപ്പിൽ ഇവയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ക്വിക്ക് റിവിഷൻ ചെയ്തു നോക്കാം. ആതിഥേയ രാജ്യങ്ങൾ അമേരിക്ക, കാനഡ, മെക്സിക്കോ. ആദ്യമായി പങ്കെടുക്കുന്ന ടീമുകൾ 48. ഉദ്ഘാടന വേദികൾ എസ്റ്റാഡിയോ ആസ്റ്റെക്ക. ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം. ഏറ്റവും കൂടുതൽ ലോകകപ്പ് നേടിയ രാജ്യം ബ്രസീൽ. പ്രധാന താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, കിലിയൻ എംബാപ്പെ. ഈ പോയിന്റുകൾ നന്നായി പഠിച്ചാൽ PSC പരീക്ഷയിൽ ലോകകപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ഉത്തരം നൽകാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.